ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഇന്ന് പോകുന്ന വഴിക്ക് ചുരത്തിൽ നല്ല കോടയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി വെറുതെ അവക്കൊന്ന് നോക്കി നിന്നതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലത്തിൽ പോകാണ്ട് സീതാദേവീൻ്റെ അല്ലോട്ടൻ അവിടെ നിന്ന് ചോറ് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. അച്ഛൻ നല്ല ഉറക്കമാണ്. ഞാനും അച്ഛമ്മയും അച്ഛനും ഏട്ടനും കൂടിയാണ് ഒരു വണ്ടിയിലുണ്ടായിരുന്നത്. ഞങ്ങൾക്കൊരു 11 മണി 11:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ എത്തേണ്ടതുകൊണ്ട് തന്നെ സ്പീഡിലാണ് പോയത്. പിന്നെ കുറച്ച് നേരത്തെ യാത്ര ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ എങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കി. അന്നപ്പോൾ ഒന്നിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിലൊക്കെ എത്തി തൊഴുകാൻ വേണ്ടി കയറാൻ നോക്കുകയാണ്. ഞങ്ങൾക്കൊരു 10 മണി 10:30 ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ ചെറുങ്ങനെ മഴ ഒന്ന് ബാക്കോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അമ്പലത്തിൽ കയറി. ഒരു രക്ഷയില്ലാത്തൊരു അമ്പലമാണ്. സീതാദേവീൻ്റെ അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തൊഴുത് പെട്ടെന്ന് തന്നെ അവിടെ തന്നെ സീതാദേവി കുടിയിരുന്ന സ്ഥലം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ മെല്ലൊക്കെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും ചെരുപ്പൊക്കെ എടുത്ത് പതുക്കെ അങ്ങോട്ട്. ഞങ്ങൾക്ക് ശരിക്കും വയ്യ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരോടും ആരോടൊക്കെയോ ചോദിച്ചിട്ടാണ് പോകാൻ പറ്റിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നട അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ്. അവിടെ താഴെയും പ്രാർത്ഥിക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അവിടെയും കൂടി കയറിയിട്ട് വേണം നമുക്ക് സീതാദേവീൻ്റെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് അല്ലൂട്ടൻ്റെ ഷോറൂമുള്ളത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളോട് അവിടേക്ക് തിരിച്ചെത്താൻ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ 11:45 ആയി ഇപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ തന്നെ പോയപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം ഞങ്ങൾക്ക് മറ്റേ അമ്പലത്തിലേക്ക് പോവുക. അവിടെ ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആയിരുന്നു. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ പിന്നെ താഴോട്ട് തൊഴുകാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. അമ്മയും കുഞ്ഞാറ്റയാണ് മുമ്പിലുള്ളത്. അപ്പം അമ്മ പറയുകയാണ് നല്ല വൈക്കലുണ്ട്, ശ്രദ്ധിച്ച് വരണമെന്ന് പറയുകയാണ്. നല്ല വൈക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ അച്ഛമ്മ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഒന്ന് കയറി നല്ലോണം തൊഴുകയൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങുകയാണ്. അല്ലോട്ടം പിന്നെ നല്ല ഉറക്കമായിരുന്നു. അമ്പലത്തിൽ കയറിയപ്പം തൊട്ട് ഉറങ്ങാണ്. പിന്നെ ഞങ്ങളും വിചാരിച്ച് കുറച്ച് നേരം ഉറങ്ങിക്കോട്ടെ എന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഏട്ടൻ എന്തോന്ന് തന്നെ പറഞ്ഞ് കളിയാക്കിയതാണ്. അവനിപ്പോൾ ഉറങ്ങല്ലേ, പിന്നെ ചോറ് കൊടുക്കാൻ നേരത്ത് നല്ല അലമ്പായിരിക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് സീതാദേവീൻ്റെ അമ്പലത്തിൽ നിന്ന് എത്തി. അപ്പോൾ കുറച്ച് നേരം വൈകിയോണ്ട് തന്നെ പെട്ടെന്ന് പോയി ചോറ് കൊടുക്കാൻ നോക്കുകയാണ്. പിന്നെ അവിടുന്ന് ഷോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തൊക്കെ പോയി കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്താണ്. അപ്പോൾ ലിനിഷേട്ടൻ പറയുകയാണ് പെട്ടെന്ന് എടുക്കുക, എനിക്ക് കുറേ സെലിബ്രിറ്റിയൊക്കെ ഉള്ളതാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് അവിടെ സ്റ്റേ ആണ്. അവിടുന്ന് അച്ഛൻ്റെ പെങ്ങളും ഏട്ടൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി